ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസ് ആണ്. നമ്മുടെ 26-ാം തീയതിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 26-ാം തീയതി പത്രവും ഇല്ല. 25-ാം തീയതി വന്ന പ്രധാനപ്പെട്ട കുറച്ചധികം വാർത്തകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MD വിട പറഞ്ഞിരിക്കുകയാണ്. എഴുത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തോളം മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മലയാളിയെ പിടിച്ചിരുത്തിയ മഹാനായ എഴുത്തുകാരൻ MD വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ MD തന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ കുറച്ച് ഭാഗം നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, MD തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് T നാരായണൻ നായരുടെയും പാലക്കാട് കുടവല്ലൂർ അമ്മാളുഅമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനിക്കുന്നത്. അതായത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MD എന്നാൽ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മുഴുവൻ പേര്. ഓക്കെ, MD വാസുദേവൻ നായർ എന്ന് നമ്മൾ പറയുമ്പോൾ MD എന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ്. മലമങ്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലുമായിട്ടാണ് MDയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിക്ടോറിയയിൽ നിന്ന് കെമിസ്ട്രിയിൽ BSc ബിരുദം നേടിയ ശേഷം പട്ടാമ്പി ചാവക്കാട് ഹൈസ്കൂളുകളിലും പാലക്കാട്ട് MBA ട്യൂട്ടോറിയൽസിലും അധ്യാപകനായി. 1956 മാതൃഭൂമി ആഴ്ചപ്പതിവിൽ ജൂനിയർ എഡിറ്ററായി. മുഖ്യ പത്രാധിപരായിരുന്ന NV കൃഷ്ണവാര്യർ 1968 സ്ഥാനമൊഴിഞ്ഞപ്പോൾ MD മുഖ്യ പത്രാധിപരായി. 1981 വരെ ആ പദവിയിൽ തുടർന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം 89 മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. 1999 വിരമിച്ചു. ആദ്യ ഭാര്യ പ്രമീളയാണ്. പിന്നീട് നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചു. സിതാര ജോൺസൺ ആൻഡ് ജോൺസൺ USA-ലാണ്. അശ്വതി നർത്തകി എന്നിവരാണ് മക്കൾ. മരുമക്കൾ സഞ്ജയ് ഇർമെ, ശ്രീകാന്ത് എന്നിവരാണ് എന്ന് മനസ്സിലാക്കുക. ഇനി MDക്ക് കിട്ടിയ പ്രമുഖ പുരസ്കാരങ്ങളാണ് നമുക്ക് നോക്കുന്നത്. നമ്മുടെ പരീക്ഷയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് എടുത്താൽ തീരില്ല. ഇത് മൊത്തം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടി വരും. ഒന്ന്, സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 1995 MDക്ക് ജ്ഞാനപീഠം ലഭിച്ചു. 2004 പത്മഭൂഷൺ. 2004 പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കാലം എന്ന് പറയുന്ന കൃതിക്ക്, കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏതാണ്? കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ തുടങ്ങിയവയ്ക്ക് ലഭിച്ചു. വയലാർ അവാർഡ് രണ്ടാം ഊഴത്തിന് വയലാർ അവാർഡ്, വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡ്, അതുപോലെ മാതൃഭൂമി പുരസ്കാരം, മുട്ടത്ത് വർക്കി അവാർഡ്, പത്മനാഭൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും 1995 MDക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2004 പത്മഭൂഷൺ, കാലം എന്ന ആ ഒരു കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ എന്നിവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ വയലാർ അവാർഡ് രണ്ടാം ഊഴത്തിനും ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇങ്ങനെ അദ്ദേഹം ആദ്യ സംവിധാനം നിർവഹിച്ച ചിത്രമാണ് നിർമ്മാല്യം. അദ്ദേഹം ആദ്യ സംവിധാനം നിർവഹിച്ച, അല്ലെങ്കിൽ അദ്ദേഹം MD സംവിധായകൻ കൂടിയായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് നിർമ്മാല്യം. ഏതാണ്? നിർമ്മാല്യം. 1973 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയാണ് നിർമ്മാല്യം. ഇതേപോലെ 30-ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 1996 ജൂൺ 22 കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡിലിറ്റ് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആദരിച്ചു. 2005 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 1978 ബന്ധനം എന്ന കൃതിക്കും, 91 കടവ് എന്ന കൃതിക്കും, 2009 കേരളവർമ്മ പഴശ്ശിരാജ എന്ന കൃതിക്കും ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരവും, 2005 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും, 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഇവിടെ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി MDയുടെ പ്രധാന നോവലുകൾ നോക്കിയാൽ മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്. ഈ അറബിപ്പൊന്ന് എന്നത് NB മുഹമ്മദുമായി ചേർന്നെഴുതിയ കൃതിയാണ് അറബിപ്പൊന്ന്. അതുപോലെ രണ്ടാം ഊഴം, വാരാണസി എന്നിവയാണ് പ്രധാന നോവലുകൾ. കഥകളാണെങ്കിൽ ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരുവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാറസ് സലാം, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്, ഓപ്പോൾ,
നിന്റെ ഓർമ്മയ്ക്ക് എന്നിവയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന തിരക്കഥകൾ നോക്കിയാൽ ഓളവും തീരവും ഉണ്ട്, മുറപ്പെണ്ണുണ്ട്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതം ഗമയ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഋതുഭേദം, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ച് എഴുതിയത്, അതുപോലെ തീർത്ഥാടനം, വാനപ്രസ്ഥം എന്ന ചെറുകഥയെ ആശ്രയിച്ച്, അതുപോലെ പഴശ്ശിരാജ, ഒരു ചെറുപുഞ്ചിരി എന്നിവയാണ് പ്രധാന അവരുടെ MDയുടെ പ്രധാന തിരക്കഥകൾ. ഓക്കെ, ഇനി സ്കൂൾ കാലം മുതൽ എഴുത്തിൽ തൽപരനായ MD ആദ്യകാല വിക്ടോറിയ പഠനകാലത്ത് പ്രസിദ്ധീകരിച്ച രക്തം പുരണ്ട മൺതരികൾ എന്നുള്ളത് 1953 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണിൽ സംഭവിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതായത് ആദ്യമായി രക്തം പുരണ്ട മൺതരികൾ എന്ന് പറയുന്നത് ഇത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇക്കാലത്ത് പാതിരാവും പകൽ വെളിച്ചു എന്ന ആദ്യ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 കെട്ടാണ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. 1958 പ്രസിദ്ധീകരിച്ച 4 കെട്ടാണ് ആദ്യം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച കൃതി എന്ന് പറയുന്നത്. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനാണ്. അധ്യക്ഷനായിരുന്നു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയിൽ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അതിൻ്റെ അധ്യക്ഷനായിരുന്നു. മുറപ്പണിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ചലച്ചിത്ര ലോകത്തേക്ക് MD പ്രവേശിക്കുന്നത്. തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ 50ലേറെ ചലച്ചിത്രങ്ങളിൽ പിന്നണി അദ്ദേഹം ഉണ്ടായിരുന്നു. 1971 നിർമ്മാല്യം, 78 ബന്ധനം, 82 മഞ്ഞ്, 82 വാരിക്കുഴി, 91 കടവ്, 2000 ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ MD സംവിധാനം ചെയ്തവയാണ് എന്നുകൂടി ഇവിടെ ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇത്രയുമാണ്. ഇതൊന്നും അല്ല MDയെ കുറിച്ച്, പിന്നെയും ഉണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അത് ഞാൻ അതിൽ വിട്ടുപോയതാണ്. ഒരു കാര്യം ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. അതായത് MDയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2022 കേരള ജ്യോതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് MDക്കാണ് എന്ന് മനസ്സിലാക്കണം. കേരള ജ്യോതി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2013 JC ഡാനിയൽ പുരസ്കാരവും 2013 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് കേരള ജ്യോതി പുരസ്കാരം അവാർഡ് ലഭിച്ചിട്ട് 2022 2013 JC ഡാനിയൽ. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ഇതിൽ തരുമ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പത്രത്തിന് നോക്കാം. അതായത് നൂറ്റാണ്ടിന്റെ ഓർമ്മ എന്ന് പറഞ്ഞ് ബെലഗാവിയിൽ വീണ്ടും കോൺഗ്രസ്. അതായത് ബെൽഗാവി എന്ന് പറയുന്നത് നമ്മൾ ബെൽഗാം എന്ന് പറയും. ബെൽഗാം എന്താണ്? ബെൽഗാമിന്റെ പ്രത്യേകത എന്താണ്? അതെ, നമ്മുടെ മഹാത്മാഗാന്ധി അധ്യക്ഷനായ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം, അല്ലെങ്കിൽ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം, അല്ലെ, നമ്മുടെ മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ വീണ്ടും എന്താണ്? കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. ബെൽഗാവിയിൽ 1924 ഡിസംബർ 26 ഇന്നാണ് ആ ദിവസം നടന്ന കോൺഗ്രസിന്റെ 39ാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്. അതായത് ബെൽഗാവിയിൽ 1924 ഡിസംബർ 26 നടന്ന കോൺഗ്രസിന്റെ 39ാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ നടന്ന ഏക പാർട്ടി സമ്മേളനത്തിന്റെ 100ാം വാർഷിക ദിനമാണ് ഇന്ന് 100ാം വാർഷിക ദിനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ കോൺഗ്രസിന്റെ കർമ്മപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം 1924 ഡിസംബർ 26 കർണാടകത്തിലെ ബെൽഗാം എന്ന് പറയുന്ന അവിടെയാണ് എന്താണ് നമ്മൾ ഈ ഒരു സമ്മേളനം നടന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ 1924 ബെൽഗാവി സമ്മേളനത്തിലും അതിന് 8 വർഷം മുമ്പ് ബോംബെ പ്രൊവിൻഷ്യൽ കോൺഗ്രസിൽ ബാലഗംഗാധര നേതൃത്വത്തിൽ നടത്തുന്ന ബെൽഗാവിയിലായിരുന്നു. സ്വയംഭരണ ലക്ഷ്യമിട്ട് തിലകും ആനി ബസന്റും ഇന്ത്യൻ ഹോം റൂൾ ലീഗിന് തുടക്കമിട്ടത് ബെൽഗാവിയിലെ മണ്ണിൽ നിന്നായിരുന്നു. അതാണ് ഹോം റൂൾ ലീഗിന് ആനി ബസന്റും നമ്മുടെ തിലകനും കൂടി തുടക്കമിട്ടതും ബെൽഗാവിയിലെ മണ്ണിൽ നിന്നാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം പകർന്നു നൽകിയ വർദ്ധവിരത്തോടെ ഗാന്ധിജി ബെൽഗാവിയിലേക്ക് എത്തിയത് ഐത്തോച്ചാട്ടനും കോൺഗ്രസിന്റെ മുഖ്യ ദൗത്യങ്ങളിലൊന്നായി ഗാന്ധിജി ബെൽഗാവിയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യമാണ് ബെൽഗാവിയിൽ ഗാന്ധിജി ഊന്നൽ കൊടുത്ത മറ്റൊരു സുപ്രധാന ദൗത്യം. അതുപോലെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത മതത്തിന്റെ പേരിൽ ചേരിതിരിയരുതെന്ന് ഗാന്ധിജി ബെൽഗാവി സെഷനിൽ എടുത്തു പറഞ്ഞു. 26-നും 27-നുമായിരുന്നു ബെൽഗാവി സമ്മേളനം. ഡിസംബർ 21 29 വരെ ദേശബന്ധു ചിത്രരഞ്ജൻ ജോസും മോത്തിലാൽ നെഹ്റുവും സരോജിനി നായിഡുവും മൗലാന അബ്ദുൽ കലാം ആസാദും ഒക്കെ ബെൽഗാമിൽ ശ്രദ്ധേയ സാന്നിധ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ്, ഇതൊന്ന് ഓർത്ത് വെക്കുക. 100ാം വാർഷികമാണ് എന്നുള്ളത്. ഓക്കെ, ഇന്നാണ് ആ ദിനം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ്, അതായത് സുനാമി ദുരന്തത്തിന്റെ 20 വർഷം. സുനാമി ദുരന്തത്തിന് 20 വർഷം പൂർത്തിയാക്കിയാണ്. 2004 ഡിസംബർ 26-നാണ് സുനാമി അടിച്ചത്. എപ്പോഴാണ്? 2004 ഡിസംബർ 26-നാണ് സുനാമി അടിച്ചത് എന്ന് ഓർക്കുക. അതായത് സമുദ്രം ആർത്തുലച്ച് കയറിയതിന്റെ ഓർമ്മയ്ക്ക് 20 വർഷം.
സുനാമി വിതച്ച ദുരന്തത്തിന്റെ തീരാത്ത നഷ്ടവും മാനസിക ദുരിതവും പേരുന്നവർക്ക് ഡിസംബർ 26 സങ്കടക്കടലാണ്. ഇപ്പോൾ 2004 ഡിസംബർ 26. അതായത് ചെന്നൈ മുതൽ കന്യാകുമാരി കടന്ന് കൊല്ലം കരുനാഗപ്പള്ളി വരെയുള്ള തീരത്ത് സുനാമി അടിച്ചത്. ചെന്നൈ മുതൽ ഇങ്ങനെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ഇതാണ് ഇന്ത്യയുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് കന്യാകുമാരിയും കടന്ന് ഏകദേശം കൊല്ലത്തിന്റെ ആ ഒരു കരുനാഗപ്പള്ളി വരെ എന്താണ് സുനാമിയുടെ ആ ഒരു താണ്ഡവം ഉണ്ടായിരുന്നു. രാജ്യത്ത് മരണസംഖ്യ 10,000 കടന്നു. എത്രയാണ്? 10,000 മരണസംഖ്യ കടന്നു എന്നാണ് പിറ്റേന്ന് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ 163 മരണങ്ങളുണ്ടായി. മരിച്ചവരിൽ 128 പേർ കൊല്ലത്തായിരുന്നു. കന്യാകുമാരിയിൽ 612 പേരും കുളച്ചലിൽ 257 പേരും മരിച്ചു. ഓക്കെ, 117 കുട്ടികൾ, 54 പുരുഷന്മാർ, 86 സ്ത്രീകളുമായിരുന്നു. ആ ദിവസം കുളച്ചിലെ ഒരു കുഴിയിൽ 178 പേരെയാണ് അടക്കിയതടക്കം. അങ്ങനെ ദുരന്ത സ്മാരകമായിട്ട് വേളാങ്കണ്ണിയിൽ മരിച്ചത് 2000 പേരാണ്. അതിൽ 50 പേർ മലയാളികളായിരുന്നു. ചെന്നൈ മറീനയിലും ആണവനിലയം സ്ഥിതി ചെയ്യുന്ന കൽപ്പാക്കത്ത്, എവിടെയാണ് ആണവനിലയം? കൽപ്പാക്കമാണ്. കൽപ്പാക്കത്ത് ആണവനിലയുണ്ട്. അവിടെയും സുനാമി നാശം വിധിച്ചു. കൽപ്പാക്കത്ത് ശാസ്ത്രജ്ഞരടക്കം 50 പേർ മരിച്ചു. തമിഴ്നാട്ടിലെ കടലൂരിലും സമാനമായ ദുരന്തമാണ് സംഭവിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ആ 20 വർഷമാണ് നമ്മുടെ സുനാമി അടിച്ചതിൻ്റെ ഇന്നത്തേക്ക്. ഡിസംബർ 26, 2004 സുനാമി അടിച്ചതെന്ന് കൂടി പഠിച്ചു വെച്ചേക്കുക. അടുത്തത് റാങ്കിങ്ങിൽ തിളങ്ങി സ്മൃതി മന്ദാന. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന 2ാം റാങ്കിൽ എത്തിക്കുകയാണ്. എത്രയാണ്? 2ാം റാങ്ക്. ഏകദിന 2020 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് ആര്? സ്മൃതി മന്ദാന. 1ാം സ്ഥാനത്ത് ആരാണ്? 739 പോയിന്റാണ് സ്മൃതി മന്ദാനക്കെങ്കിൽ 773 പോയിന്റുമായി ദക്ഷിണാഫ്രിക്കയുടെ ലൗറ വോൾവർത്ത്. ദക്ഷിണാഫ്രിക്കയുടെ ലൗറ വോൾവർത്താണ് 1ാമത്. 2020 ക്രിക്കറ്റിൽ മന്ദാനയ്ക്ക് 753 പോയിന്റ് ഉണ്ട്. ഓസ്ട്രേലിയയുടെ ബെത്ത് മൂണി 757 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. അതായത് 2020 ഏകദിന ക്രിക്കറ്റിൽ ആരാണ്? ലൗറ വോൾവർത്താണ് 1ാമതെങ്കിൽ പിന്നെ നമ്മുടെ 2020 ഓസ്ട്രേലിയയുടെ ബെത്ത് മൂണിയാണ് 1ാം സ്ഥാനത്ത്. ബെത്ത് മൂണി, അതായത് 4 പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് ബെത്ത് മൂണി 1ാം സ്ഥാനത്തുള്ളത്. അതുപോലെ ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ ആണ്. 10ാം റാങ്കിലാണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യയുടെ ഏകദിന റാങ്കിങ്ങിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് എന്ന് മനസ്സിലാക്കുക. സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് മന്ദാനയുടെ റാങ്ക് ഉയർത്തിയത്. വിൻഡീസിന്റെ അവസാന 62-67 എന്നിങ്ങനെയാണ് സ്ഥലത്തിന്റെ സ്കോർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ റാങ്കിങ്ങിൽ തെളിഞ്ഞ ഏകദിന ക്രിക്കറ്റിൽ തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 10ാം സ്ഥാനത്താണ് ഹർമൻപ്രീത് കൗർ. ആരാണ് ഹർമൻപ്രീത് കൗർ? ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനാണ് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക, പഠിച്ചു പോവുക. അടുത്തത് കാണ്ഡഹാർ ഓർമ്മയ്ക്ക് 4 നൂറ്റാണ്ട്. അതായത് കാണ്ഡഹാർ 1999 ഡിസംബർ 24 കാണ്ഡഹാർ വിമാനം റാഞ്ചുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് കാണ്ഡഹാർ എന്നത്. ഇന്ത്യക്ക് ആ പേര് നടക്കുന്ന ഓർമ്മയുടെയും നാണക്കേടിന്റെയും മറുവാക്കാണ്. 25 വർഷം മുമ്പ് ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 വിമാനം അവസാനം എത്തിച്ചേർന്ന നാടിന്റെ പേരാണ് കാണ്ഡഹാർ എന്നത്. കാണ്ഡഹാർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. 1999 ഡിസംബർ 24 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് 179 യാത്രക്കാരും 11 ജീവനക്കാരുമായി പറന്ന വിമാനത്തിൽ ലക്ഷ്യസ്ഥാനം ഡൽഹിയായിരുന്നു. പറന്നുവരുന്ന അധികം വൈകാതെ വിമാനത്തിന്റെ നിയന്ത്രണം ഹർക്കത്തുൽ മുജാഹിദീൻ ഭീകരർ കൈക്കലാക്കി. പാകിസ്ഥാനിലേക്ക് പറപ്പിക്കണമെന്ന് പൈലറ്റ് ദേവി ശരണോട് ആവശ്യപ്പെട്ടു. വിമാനം അവിടെ ഇറക്കാൻ പാകിസ്ഥാൻ സമ്മതിച്ചില്ല. ഇന്ധനം നിറയ്ക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കി. അവിടെ നിന്ന് ലാഹോറിലേക്ക്. പാകിസ്ഥാൻ സഹകരിക്കാത്തതിനാൽ ദുബായിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക്. അന്ന് താലിബാന്റെ വാഴ്ചയിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ. 7 ദിവസത്തിനിടെ 5 രാജ്യങ്ങളിൽ IC 814 ഇറങ്ങി. AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിൽ. LK അദ്വാനി ആഭ്യന്തരമന്ത്രി. ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി? AB വാജ്പേയി ആണ്. AB വാജ്പേയി. LK അദ്വാനി ആഭ്യന്തരമന്ത്രിയാണ്. രണ്ടുപേരും വിമാന റാഞ്ചിൽ അറിയാൻ വൈകി. അമൃത്സർ ഇറങ്ങിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കാൻ NSC കമാൻഡോകൾ ഡൽഹിക്കടുത്തുള്ള മനേസറിൽ സജ്ജമായിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള അനുമതി ലഭിച്ചില്ല. ദുബായിൽ രക്ഷാദൗത്യം നടത്തി ഇന്ത്യക്ക് അനുമതി കിട്ടിയില്ല. ഒടുവിൽ ഭീകരർക്ക് മേൽക്കെയുള്ള കാണ്ഡഹാറിൽ യാത്രക്കാരുടെ ജീവൻ വെച്ച് അവർ വിലവെച്ച്. ഇന്ത്യ തടവിലാക്കിയിരുന്ന അസൂദ് മസ്ഹർ, മുഷ്താഖ് സർഗാർ, ഒമർ ഷെയ്ഖ് എന്നീ ഭീകരരെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു. മൂവരെയും വിട്ടയച്ചു. ഭീകരരുമായുള്ള ചർച്ചയ്ക്ക് വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗും ഇന്റലിജൻസിന്റെ ബ്യൂറോ മേധാവി അജിത് ഡോവലും പോയ വിമാനത്തിൽ തന്നെ അവരെയും കൊണ്ടുപോയി. മസൂദ് അസ്കർ പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഉണ്ടാക്കി. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച് ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നുകൂടി ഇന്ത്യക്ക് ആ ഒരു നടക്കുന്ന ഓർമ്മയുടെയും നാണക്കേടിന്റെയും മറുവാക്കാണെന്നാണ് പറയുക. കാണ്ഡഹാർ ഓർമ്മയ്ക്ക് 25 വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഡോളറിനെതിരെ രൂപയ്ക്ക് 9 പൈസ കൂടി നഷ്ടമാണ്. ഡോളറിനെതിരെ ഇന്ത്യയുടെ വിനിമയ നിരക്കിൽ വീണ്ടും വലിയ മാറ്റമാണ്. ഡോളർ ഒന്നിന് 85.20 രൂപ എന്ന നിലയിലേക്ക്, അതായത് $1 വാങ്ങാൻ 85.20 രൂപ നൽകണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് തുടർച്ചയായി വിനിമയത്തിൽ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് പോവുകയാണ്.
85.13 ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയെങ്കിൽ അത് 85.13 രൂപയിലെത്തി. രൂപയുടെ മൂല്യം നിശ്ചിത നിരക്കിൽ പിടിച്ചു നിർത്താൻ RBI ശ്രമിക്കുന്നില്ല. വലിയ ചാഞ്ചാട്ടങ്ങൾ ഒഴിവാക്കുന്നതിന് മാത്രമാണ് ഇടപെടൽ. അങ്ങനെയെങ്കിൽ രൂപയുടെ മൂല്യം ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യതയെന്ന് സൂചിപ്പിക്കുകയാണ്. അതാണ് മനസ്സിലാക്കണം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് വിളിക്കാനും സന്ദേശത്തിനും മാത്രമായി റീചാർജ് ഓൺ. ട്രായിയുടെ ഏറ്റവും പുതിയ പരിഷ്കാരമാണ്. അതായത് വോയിസ് കോളുകൾക്കും SMS-നും മാത്രമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ സൗകര്യം നൽകണമെന്ന് ടെലികോം കമ്പനികളോട് നിർദ്ദേശിച്ച ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ്. അതായത് നെറ്റ് ഉപയോഗിക്കാത്ത ഒരുപാട് പേര് ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. നെറ്റ് ഉപയോഗിക്കാത്ത. അപ്പോൾ ഈ നെറ്റിന് വേണ്ടി മാത്രം റീചാർജ് ചെയ്യുമ്പോൾ വിളിക്കാനും സന്ദേശത്തിനൊക്കെ നെറ്റ് റീചാർജ് ചെയ്താലേ പറ്റൂ. അപ്പം അത് പോരാ, നെറ്റ് വേണ്ടാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വോയിസ് കോളുകൾക്കും SMS-നുമായി മാത്രമായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ട്രായ് പറഞ്ഞിരിക്കുന്നത്. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നില്ല. അവർക്ക് ആവശ്യമില്ലാത്ത സേവനത്തിന് നിലവിൽ പണം നൽകേണ്ടതില്ല. അതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രമായി റീചാർജ് സൗകര്യം ഒരുക്കാനാണ് നിർദ്ദേശം. ഇതിനായി ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചറെങ്കിലും വോയിസ് SMS സേവനത്തിന് മാത്രമായി പുറത്തിറക്കണമെന്ന നിർദ്ദേശവും 2018 ടെലികോം ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ട്രായ് ഉത്തരവായിട്ടുണ്ട്. ഓക്കെ, ആ കാര്യമാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പഠിച്ചേക്കുക. ന്യൂനപക്ഷ കമ്മീഷൻ കേസെടുത്തു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ വാർത്തയല്ല ശരിക്ക് ഇത്. കാരണം ഇത് ഒരു തത്തമംഗലം ചെന്താമരാനഗർ GP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരിക്കൽ പുൽക്കൂട് നശിപ്പിച്ചതിനാണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഇതാണ്. ആരാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ? ആരാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ? A റഷീദ്. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? A റഷീദ്. അഡ്വക്കേറ്റ് A റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. അത് പഠിച്ചു നോക്കുക. ഇനി ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാൻ കുറച്ച് ആപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഉപഭോക്താക്കളെ ഡാർക്ക് പാറ്റേണിൽ നിന്ന് സംരക്ഷണമായി ദേശീയ ഉപഭോക്തൃ ദിനത്തിൽ 3 ആപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പ്, ജാഗ്രതി ആപ്പ്, അതുപോലെ ജാഗ്രതി ഡാഷ്ബോർഡ്. അതായത് 3 ആപ്പുകളാണ് പുറത്തിറക്കിയത്. ഒന്ന് ഗ്രാഹക് ജാഗോ ആപ്പ്, പിന്നെ ഒന്ന് ജാഗ്രതി ആപ്പ്, പിന്നെ ജാഗ്രതി ഡാഷ്ബോർഡ്. ഇത് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്പുകളാണ് എന്ന് മനസ്സിലാക്കുക. ഗ്രാഹക് ജാഗോ ആപ്പ്, ജാഗ്രതി ആപ്പ്, ജാഗ്രതി ഡാഷ്ബോർഡ് എന്നിവയാണ്. ഓക്കെ, കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രാലയം ഡിജിറ്റൽ യുഗത്തിൽ ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൊമേഴ്സ് ഓൺലൈൻ സേവനങ്ങളിലെ അന്യായമായ വിപണന രീതികൾ തടയുന്നതിനുമുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് ആപ്പുകൾ പുറത്തിറക്കിയെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ഉപഭോക്താക്കളെ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കുന്ന തരത്തിലുള്ള ഇന്റർഫേസുകൾ സൃഷ്ടിക്കുക, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള വ്യാജ ടൈമർ തെറ്റിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുക തുടങ്ങിയവ തടയുക ലക്ഷ്യമിട്ടാണ് ഇത്. ഓക്കെ, ഇതാണ് 3 ആപ്പ് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായി അല്ലെങ്കിൽ അധ്യക്ഷനായി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അതുപോലെ മലയാള വിഭാഗത്തിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K ജയകുമാറാണ്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 49ആണ്. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട്. UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂറാണ്. UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് മദൻ ബി ലോക്കൂർ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിലുള്ള സുവർണ ചകോരം നേടിയ ചിത്രം മലു പെഡ്രോ ഫ്രയർ ആണ്. ഈ ബ്രസീലിയൻ ചിത്രം സംവിധാനം ചെയ്തത്. അതായത് മലു എന്നാണ് ചിത്രത്തിന്റെ പേര്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിലുള്ള സ്വർണ്ണ പുരസ്കാരം നേടിയത് മലു ആണ്. പെഡ്രോ ഫ്രയർ ആണ് ഈ ബ്രസീലിയൻ ചിത്രത്തെ സംവിധാനം ചെയ്തത്. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദനാണ്. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം M മുകുന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പത്രവാർത്തയുമായി ബന്ധപ്പെട്ട് ഡെയിലി ന്യൂസ് അനാലിസിസിൽ ഇത്രയും വസ്തുതകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുക. ഇതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റ് ഒക്കെയാണ് PDF ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.